പിരിഞ്ഞു കഴിഞ്ഞു, അതിപ്പോ ബ്രേക്കപ്പ് ആയിക്കൊള്ളട്ടെ, ഡിവോഴ്സ് ആയിക്കൊള്ളട്ടെ, അവർക്ക് മറ്റൊരാളെ കിട്ടിയോ എന്നറിയാനുള്ള ഒരു ആവേശം പലരിലും ഉണ്ട്, അല്ലെ? എന്നാൽ ക്വിക്ലി അവര് വേറൊരാളെ റീപ്ലേസ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാലോ നമ്മുടെ വേർത്ത് വളരെയധികം താഴ്ന്നു പോയി, അല്ലെങ്കിൽ അവര് നമ്മളെ വില കുറച്ചാണല്ലോ കണ്ടത് തുടങ്ങിയ ചിന്തകൾ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടാൻ തുടങ്ങുകയും ചെയ്യും, അല്ലെ? പലരെ സംബന്ധിച്ച് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത് അവർക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അത് വ്യക്തിക്കുപരി അവർ ആ റിലേഷൻഷിപ്പ് നീഡിനെയാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ചാടിക്കയറി മറ്റൊരു ലൂപ്പാണോ ഒന്നും നോക്കാതെ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് കൂടെ കൂട്ടുന്നത്. നേരെ മറിച്ച് ചിലരെ സംബന്ധിച്ച് അത് അവരുടെ ട്രോമ റെസ്പോൺസ് തന്നെ ആയിരിക്കാം, മറ്റു ചിലരെ സംബന്ധിച്ച് അത് റിവഞ്ച് ആയിരിക്കാം. ഇനി നാർസിസ്റ്റിക് പോലുള്ള ഒരു വ്യക്തിയാണ് അത് കാണിക്കുന്നതെന്നുണ്ടെങ്കിലോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിവാല്യൂ ചെയ്ത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളില്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ മികച്ച മറ്റൊരാളെ കിട്ടും എന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് തന്നെയായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വേർപിരിഞ്ഞു കഴിഞ്ഞു, അവിടെ ആ ബന്ധം അവസാനിക്കുക. നിങ്ങളാണ് ഇനി ഇമോഷണലി പ്രോസസ് ചെയ്യേണ്ടത്. മറ്റേയാൾ ഇമോഷണലി പ്രോസസ് ആയാലും ഇല്ലെങ്കിലും അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അവർക്കൊപ്പം ഇനി ആരെ കണ്ടാലും വേർപിരിഞ്ഞു കഴിഞ്ഞു, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വേർത്തിനെ നിശ്ചയിക്കുന്നത് ആ പങ്കാളി ആയിരിക്കരുത്. അത്തരം ഒരു ബോധം വേണം. ആ പങ്കാളി നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ കോമ്പറ്റബിൾ അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വേർപിരിഞ്ഞിരിക്കുന്നത്. വീണ്ടും അവരുടെ ചെയ്തികൾ എങ്ങനെയാ നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടത്ര വർത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ പോകുന്നത്. ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളും തോന്നലും ഒക്കെ എല്ലാ പേർക്കും ഉണ്ടാകും. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങളെ സ്വയം ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. Let's transfer to